അതായത് നിലവിൽ ഇപ്പോൾ ഈ ജാമ്യം ലഭിക്കുന്നത് എന്ന് പറയുന്നത് മാസങ്ങൾക്ക് ഇപ്പുറത്താണ് ജാമ്യം ലഭിക്കുന്നത്. ഈ കേസിൽ അത്തരത്തിലൊരു നടപടിയിലേക്കെങ്കിലും കടക്കുന്നത്. നേരത്തെ ശ്രീ സെബാസ്റ്റ്യൻ പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇങ്ങനെ കാലങ്ങളായി തടവിൽ ആളുകളെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. അതിനെതിരെയുള്ള സുപ്രീം കോടതിയുടെ മറ്റൊരു ചലനം എന്ന് കൂടി ഒരുപക്ഷെ നമുക്കെതിരെ കൂട്ടി വായിക്കാം അല്ലേ? തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട വിധിയാണ്. പിന്നെ വളരെ പ്രതീക്ഷ നൽകുന്ന വിധിയാണ്. കാരണം സുപ്രീം കോടതി കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും അതിന്റെ ആ നേരത്തെ ഉണ്ടായിരുന്ന ജൂറിസ്പ്രുഡൻസ്, ബെയിൽ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത് ബെയിൽ കൊടുക്കുക എന്നുള്ളതാണ് സാമാന്യ നീതി. ബെയിൽ ഇല്ലാതെ ജയിലിൽ അടയ്ക്കുന്നത് എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസിലായിരിക്കണം. അത് പണ്ട് ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ കാലം മുതൽ പറഞ്ഞു വന്നിരിക്കുന്നതാണ്. അത് ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയായ ഒരാളെ ജയിലിൽ വിടുന്നത് അയാള് വീണ്ടും കോടതിയുടെ പരിധി വിട്ട് പോകുമോ, തിരിച്ച് കോടതിയിൽ കൊണ്ടുവരാൻ പ്രയാസം വരുമോ, മെറ്റീരിയൽ വിറ്റ്നസ്സുകളെ ആരെങ്കിലും, സാക്ഷികളെ ആരെങ്കിലും സ്വാധീനിക്കുമോ, അല്ലെങ്കിൽ എവിഡൻസ് നശിപ്പിക്കുമോ, ഇത്രയും സാഹചര്യങ്ങളിൽ മാത്രമേ ബെയിൽ നിഷേധിക്കാവൂ. ബാക്കി സന്ദർഭങ്ങളിൽ ബെയിൽ കൊടുക്കുക എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് കവിതയുടെ കേസിൽ അത് ഫോളോ ചെയ്തു. നേരത്തെ ഉള്ള ബെഞ്ച് ED കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചു. ഈ ബെഞ്ച് ഇപ്പോൾ ഏകകണ്ഠമായിട്ട് 2 ജഡ്ജസും ബെയിൽ കൊടുത്തിരിക്കുകയാണ്. ഇതില് കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ളത് ജൂനിയർ ആയിട്ടുള്ള ജഡ്ജി ഉജ്ജൽ കുയാൻ. അദ്ദേഹം വേറെ ചില കാര്യങ്ങളും കൂടി അഡീഷണൽ ആയിട്ട് പറഞ്ഞിരുന്നു. അതിൽ പറഞ്ഞത് ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് പറയാനാവില്ല. എപ്പോഴാണ് പ്രതിയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സെൽഫ് ഇൻക്രിമിനേറ്റിംഗ് ആയിട്ട്, അതായത് നമുക്ക് എതിരായിട്ട് തന്നെ ഒരു മൊഴി കൊടുക്കുന്നതാണ് സഹകരണം എന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നതെങ്കിൽ അങ്ങനെ ഒരു മൊഴി കൊടുക്കാൻ ഒരു പ്രതിക്ക് ബാധ്യതയില്ല. അതായത് ഏത് കേസിലും പ്രതിക്ക് റൈറ്റ് ടു റിമെയിൻ സൈലന്റ് എന്ന് പറയും. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പ്രധാനപ്പെട്ടായി ചോദിച്ചോളൂ. ഒരു പക്ഷേ പ്രേക്ഷകർ നമ്മളൊക്കെ അറിയാൻ കാത്തിരിക്കുന്നത് തന്നെയാണ്, ഇതിൽ ഉപാധികൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. ഈ നേരത്തെ ED കേസിൽ ജാമ്യം ലഭിച്ചതുപോലെ തന്നെ അത് ഉണ്ടാകാനും ഇല്ലാതാകാനും ഒക്കെയുള്ള ഒരു സാധ്യത ഇനി എങ്ങനെയായിരിക്കും? അത് ഉപാധികൾ വെച്ചിട്ടുണ്ട് സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച്. ഈ കേസിലും നേരത്തെ കൊടുത്ത ഇന്റർവ്യൂ ബെയിൽ കൊടുത്ത സമയത്ത് വെച്ചിരുന്ന ഉപാധികളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ ജസ്റ്റിസ് പുയാൻ പറഞ്ഞത് സുപ്രീം കോടതിയുടെ ആ ഒരു ഉപാധി, അതായത് ചീഫ് മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ ഉള്ള ഫംഗ്ഷൻ ചെയ്യുന്നതിന് കുറച്ച് തടസ്സങ്ങൾ, അതിനകത്ത് കേസ് വായ്പ സംബന്ധിച്ച ഫയലുകൾ ഒപ്പിടരുത്, പക്ഷേ അങ്ങനെയുള്ള ചില കണ്ടീഷൻസ് വെച്ചതിനോട് എനിക്ക് ചെറിയ ഒരു വിയോജിപ്പുണ്ടെങ്കിലും ഞാൻ അപ്പൊ ഈ ബാക്കി ഡിവിഷൻ ബെഞ്ചിനോട് ഞാൻ യോജിക്കുകയാണെന്ന് പറഞ്ഞ് 2 ജഡ്ജസും ആ ഉപാധികൾ അതേപടി നേരത്തെ വെച്ചിരുന്ന ഉപാധികൾ ഈ കേസിലും കൊടുത്തിട്ടുണ്ട്. ഉപാധികൾ തുടരും. ഉപാധികളോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പക്ഷെ എന്നാലും ഇതിനകത്തുള്ള ചില ഒബ്സർവേഷൻസ്, ഒരു പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷൻ, ED കേസിൽ ജാമ്യം കൊടുക്കുന്ന സാഹചര്യത്തിൽ ഇത് പുറത്തു വരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് CBI ഈ കേസെടുത്തതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ജസ്റ്റിസ് ഉജ്ജൽ ഭുയാൻ പറയുന്നത്. അതിന്റെ അർത്ഥം CBIയുടെ സതുദ്ദേശത്തെ പോലും സംശയിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. അപ്പൊ അന്വേഷണ ഏജൻസികൾക്ക് അങ്ങനെ ഒരു പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ ഒരാളെ അനന്തകാലം ജയിലിൽ വെക്കാനാവില്ല. ഇതൊരു പണിഷ്മെന്റ് അല്ല. പെട്ടെന്ന് ഇത് ഈ വിചാരണ നീണ്ടുപോകും എന്നുള്ള ഉറപ്പാണ്. കാരണം ഒരുപാട് വിറ്റ്നസ്സുകളുണ്ട്, എവിഡൻസ് ഉണ്ട്. അതുകൊണ്ട് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളെയും രാഷ്ട്രീയ നേതാക്കളെയും കേന്ദ്രം വേട്ടയാടുന്നു എന്നുള്ള ആരോപണം നിരന്തരം വർഷങ്ങളായി തന്നെ പ്രതിപക്ഷ പാർട്ടികളൊക്കെയും രാജ്യത്ത് മുന്നോട്ട് വെക്കുന്നതാണ്. കെജ്രിവാളും സമാനമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ വിഷയത്തിലടക്കം ആം ആദ്മി പാർട്ടി അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. ഒരുപക്ഷെ നിലവിൽ CBIയുടെ സതുദ്ദേശത്തെ വരെ ചോദ്യം ചെയ്യുന്നു സുപ്രീം കോടതി എന്ന് പറയുമ്പോൾ നമുക്ക് ആ തരത്തിൽ രാഷ്ട്രീയപരമായി ഈ വിഷയത്തെ വായിച്ചെടുക്കാവുന്നതാണ്.